ഹലോ ഗെയ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ ഇന്നിവിടെ ഗോതമ്പ് പൊടി കൊണ്ടേ ആട്ടപ്പൊടി കൊണ്ട് നല്ലൊരു ബീറ്റ് പൊറോട്ട ഉണ്ടാക്കി കേട്ടോ. രാവിലെ നല്ല ഹെൽത്തിയായ പൊറോട്ടയാണ്, മൈദയൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ അപ്പസോഡയോ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ടേസ്റ്റൊന്നും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തിയായ പൊറോട്ടയാണ്. നമുക്ക് കല്യാണ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറിയ പൊറോട്ട അല്ലേ, കുഞ്ഞു പൊറോട്ട, ആ പൊറോട്ടയായിട്ട് ഉണ്ടാക്കിക്കണത്. നല്ല ലെയറോട് കൂടിയ പൊറോട്ടയാണ്. ബീഫിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കറികളുടെ കൂടെയൊക്കെ കഴിക്കട്ടെ. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണേ, ഇഷ്ടപ്പെട്ടാൽ മാത്രം. അതിനായിട്ട് ഞാനിവിടെ ഈ കപ്പിന് 3 കപ്പ് ഗോതമ്പ് മാവാട്ടോ എടുത്തുക്കണത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 14 പൊറോട്ട, ചെറിയ പൊറോട്ട, കുഞ്ഞു പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. വലിയ പൊറോട്ടയല്ല, ചെറിയ കുഞ്ഞു പൊറോട്ടയാണ്. അതിൽ 3 കപ്പ് നമുക്ക് എടുക്കട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പും സൺഫ്ലവർ ഓയിലും മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അല്പം നെയ്യും, ചുടുമ്പോൾ കുറച്ച് നെയ്യും ചേർക്കുന്നുണ്ട്. വേറെ ഒന്നും മുട്ട, പഞ്ചസാര അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇങ്ങോട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ആയിരുന്നു. കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ആദ്യം ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് ആ കപ്പിൽ കുറച്ച് വെള്ളം എടുക്കാം. നമ്മൾ പൊടി എടുത്തിന കപ്പിൽ ആദ്യം ഉപ്പും സൺഫ്ലവർ ഓയിലും എടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് പാകത്തിന് ഉപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. ഈ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം ഏറാൻ പറ്റില്ല. നമ്മളൊരു ചപ്പാത്തിയുടെ മാവൊക്കെ കുഴക്കൂലേ, അതേ അത്ര അത് കേട്ടോ പറ്റുള്ളൂ. ഇത് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഉരുട്ടിയിട്ട് ഒരു നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടേ ആദ്യം ഒന്നായിട്ട് വെള്ളം ഒഴിച്ചത് വെള്ളം കയറിപ്പോവും, പിന്നെ പൊടി ഇടേണ്ടി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് കുഴച്ചെടുക്കട്ടോ. നല്ലോണം കുഴച്ചിട്ട് നമുക്ക് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ ഡ്രൈ ആയി പോണീന് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വെക്കട്ടോ. ഒരു അടപ്പില്ല പാത്രം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ അടച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു പാത്രം കൊണ്ടാണ് അടച്ചിരിക്കുന്നത്. ഇത് അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്താട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് ഇങ്ങനെ കത്തി കൊണ്ട് 2 ഭാഗമാക്കി മുറിക്കട്ടോ. നമ്മളിപ്പോൾ കുഞ്ഞു പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അത്ര വലിപ്പം നമുക്ക് വേണ്ട. ഇതുകൊണ്ട് 2 ഭാഗമാക്കി മുറിച്ചിട്ട് നമുക്ക് ബോളാക്കിയാണ് മുറിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ബോൾ കൊണ്ട് 2 പൊറോട്ട കറക്റ്റായിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഈ 3 കപ്പ് പൊടി കൊണ്ട് 14 പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്, കുഞ്ഞു പൊറോട്ട കേട്ടോ. ഗോതമ്പ് മാവ് പൊടിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഇത് ഹെൽത്തിയായൊരു ഫുഡാണ്. അങ്ങനെ കേസ് കത്തി കൊണ്ട് ഇത് 2 ഭാഗമാക്കി മുറിച്ചിട്ടേ നമുക്ക് ഓരോ ബോൾസാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ 7 ബോൾസ് ഉണ്ട് കേട്ടോ. അങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഇതാക്കിയപ്പോൾ എന്നിട്ട് ഒന്നേറ്റ് നമ്മൾ 2 ഉണ്ടാക്കും, അപ്പോൾ 14 ഉണ്ടാവും. കുഞ്ഞു പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാതും ഇങ്ങനെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണല്ലോ. അങ്ങനെ ഇതും തന്നെ ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അടച്ചുകൊണ്ട് അങ്ങനെ ഉരുളൊട്ടിയിട്ട് നല്ല കൂട്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചാണ്ടേ ഒരമണിക്കൂറും കൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവിങ്ങാണ്ട് ഒരമണിക്കൂർ വെക്കാം, അടച്ച് വെക്കാം. അങ്ങനെ ഇതൊക്കെ അങ്ങനെ റെസ്റ്റ് ചെയ്ത് അരമണിക്കൂർ കൂടിയും കഴിഞ്ഞിട്ടേ ഉരുളൊട്ടിയിട്ട് ഇപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിക്കൊണ്ട് നമുക്കിതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ഇങ്ങനത്തെ ഒരു കല്ലാണ് പരത്തുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കൈ കൊണ്ട് തന്നെ പരക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമുക്ക് കോയിൽ കൊണ്ട് ഇങ്ങനെ പരത്താം കേട്ടോ. അങ്ങനെ കോയിൽ കൊണ്ടൊക്കെ പരത്തിയെടുത്തിട്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് ലെയർ ഉണ്ടാക്കാം. കത്തി കൊണ്ടാണ് ഇപ്പോൾ ഇത് ലെയർ ഉണ്ടാക്കുന്നത്. ഇത് വീശി അടിക്കുകയൊന്നും വേണ്ട കേട്ടോ.
ലേസം പൊടി ഇട്ട് കൊടുത്തിട്ടേ ഒരു പരത്തണ കുഴയിലെടുത്തിട്ട് നമുക്ക് ഒക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ നന്നായി പരത്തിയെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ചപ്പാത്തി പരത്തണ പോലെ പരത്തേണ്ട ആവശ്യമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിയാൽ മതി. ഞാൻ അപ്പോൾ അതിങ്ങനെ ചപ്പാത്തി പരത്തണ പോലെ പരത്തി നോക്കിയതാണ്. അപ്പോൾ അത് ഒട്ടുകയാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരത്തിങ്ങാണ്ട് നീട്ടി വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ പരത്തിയാൽ മതി. രണ്ട് ഭാഗത്തേക്കും പരത്തി കൊടുക്കുക. ഇതിപ്പോൾ മൈദ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ്, ഇതിലേറെ സോഫ്റ്റ് ആവും കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഈ മൈദപ്പൊടി വേണ്ടല്ലോ വെച്ചിട്ടാണ് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയത്. ആർക്ക് വേണം കഴിക്കാമല്ലോ. മൈദ ആകുമ്പോൾ രാവിലെ തന്നെ നല്ലതല്ല. മൈദ ആകുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ. നിങ്ങൾ മൈദ കൊണ്ട് വേണമെങ്കിൽ മൈദ കൊണ്ട് ഉണ്ടാക്കിക്കോളി. ഞാൻ ഇപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയപ്പോഴും നല്ലൊരു സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു പൊറോട്ടയൊക്കെ കഴിക്കണം എന്ന് ആവശ്യം ഉണ്ടാകുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഞാനിപ്പോൾ ഒരു കത്തി കൊണ്ട് ഇതിങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാതും നമുക്ക് ലെയർ ഉണ്ടാകാനാണ്, നമ്മൾ വീശടിക്കണമൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം കേട്ടോ. അത് ചെറിയ ഇതാക്കിയാണ്ട് അടുത്തടുത്ത് വെച്ചാണ്ട് വരഞ്ഞു കൊടുക്കണം. ലെയറുകളാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് നമുക്കിത് 2 പൊറോട്ട ആക്കാൻ കേട്ടോ. കുഞ്ഞു പൊറോട്ടയല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് നമുക്കിത് 2 പൊറോട്ട ആക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരുന്നു കേട്ടോ. അടുത്ത പ്രാവശ്യം ഞാനത് പരത്തിയപ്പോൾ വേറൊരു സൂത്രം ഒപ്പിച്ചു. അപ്പോൾ നല്ലോണം ശരിയായി. ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അടുത്ത പൊറോട്ട നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ലോണം നേരായിട്ടുണ്ട്. ഇത് വരക്കുമ്പോഴൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അടുത്ത പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഒന്നുകൂടി നന്നായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ സോഫ്റ്റായിട്ടൊന്നും ശരിയാണില്ല. അതിൻ്റെ ലെയറൊന്നും നല്ല ഒട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. ഇത് 2 ലെയറാക്കാം കേട്ടോ. ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമ്മൾ കത്തി കൊണ്ട് മുറിച്ചുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അതിന് വേറെ സൂത്രമുണ്ട്. 2 ഭാഗത്തും കൂട്ടിയിട്ട് നമുക്ക് നമ്മൾ പൊറോട്ടയ്ക്ക് ലെയർ തിരിക്കണ മാതിരി ഇങ്ങനെ ചിറ്റി എടുക്കണം കേട്ടോ. ഒക്കെ ഇങ്ങനെ കൂട്ടി കൊടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കൊട്ടിങ്ങാണ്ട് ഇങ്ങനെ കൊട്ടുമ്പോൾ ഒന്ന് നീട്ടി ഇങ്ങനെ ചിറ്റി കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി നീടും. ഇനി ചിറ്റി എടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് ചിറ്റി എടുക്കുക കേട്ടോ. പൊറോട്ടയ്ക്ക് ചിറ്റണ മാതിരി തന്നെ, വലിയ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചിറ്റിയിട്ട് ഉള്ളുകൾ ആക്കി കൊടുത്താൽ മതി. അതിൻ്റെ അടിഭാഗം ഇങ്ങനെയാണ് ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ എല്ലാ പൊറോട്ടയും നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ബോൾസ് കൊണ്ട് 2 പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയ പൊറോട്ടയേക്കാരം. ഇപ്പോൾ തെറ്റി ഞാൻ 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ പരത്തി ഞാൻ അതിൻ്റെ മുകളിൽ ലേശം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ നല്ലോണം പരക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഓയിലിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചായിരുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എനിക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അതിങ്ങനെ ഇതാക്കിയിട്ട് അതിങ്ങനെ പരട്ടിയിട്ട് നിങ്ങൾ
ആ പത്തിരിക്കോയിൽ കൊണ്ടൊന്ന് ഒന്ന് പരത്തി നോക്കി. അപ്പോൾ നല്ലോണം പരക്കുണ്ടാവും. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം പരക്കുണ്ട്. പത്തിരിക്കല്ല് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇതാക്കി കൊടുത്താൽ മതി. പത്തിരിക്കല്ല് മൊത്തം പരക്കും കേട്ടോ. അപ്പോൾ നല്ലോണം കട്ടില്ലാതെ ആവും. ഈ പത്തിരിക്കല്ലുമ്മേ നമുക്ക് മൊത്തം പരത്താം. കട്ടി കുറച്ച് എല്ലായിടത്തും ഒരേ കട്ടിയാക്കിയാണ്ട് പരത്തണം കേട്ടോ. ഇതേറ്റ് നമുക്ക് രണ്ടെണ്ണം ആക്കി മുറിച്ചെടുക്കാം. പരത്തലൊക്കെ കഴിഞ്ഞിട്ട് നല്ല നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കത്തി കൊണ്ട് ഇതിനിങ്ങനെ ലെയറുകൾ ഉണ്ടാക്കി കൊടുക്കാം. തുള്ളി ഓയിലും കൂടി ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ നല്ലോണം പരറ്റി കൊടുക്കുക. അപ്പോൾ കത്തി കൊണ്ട് നമ്മൾ ലെയർ ഉണ്ടാക്കുമ്പോൾ വിട്ട് പോരൊന്നുമില്ല കേട്ടോ, ശരിക്കും നിൽക്കും. ഇനി നമുക്ക് കത്തി കൊണ്ട് ലെയർ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടാവും. കണ്ടില്ലേ, ഇപ്പോൾ വിട്ട് പോരുന്നൊന്നുമില്ല കേട്ടോ, അപ്പോൾ ശരിക്കും കിട്ടുന്നുണ്ട്. എത്ര ചെറിയ ചെറിയ ലെയർ വേണമെങ്കിൽ ഉണ്ടാക്കണമെങ്കിലും അങ്ങനെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ വീശി അടിക്കാനൊന്നും നിൽക്കണ്ട, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൊറോട്ടയാണിത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ട്. വീഡിയോ ഇഷ്ടമായാൽ നമ്മളൊന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്ത് നമുക്കൊന്ന് സപ്പോർട്ട് തരുന്നുണ്ടോ. കമൻസൊക്കെ അറിയിക്കൊണ്ടോ. ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കും. നല്ലൊരു ടേസ്റ്റാട്ടോ. ചൂട് കൊടുക്കാൻ ആ ബീഫിൻ്റെ എന്ത് കറിൻ്റെ കൂടിയും കഴിക്കാൻ നല്ല മുട്ടക്കറി, ബീഫ്. ഒരു ലേസം പൊടി ഇങ്ങനെ തൂവി കൊടുക്കട്ടെ അതിൻ്റെ മുകളിൽ. അപ്പോൾ അതിൻ്റെ ലെയറൊക്കെ വിട്ട് വിട്ട് കിട്ടും നമ്മൾ ചുടുമ്പോഴേ. ഇതിങ്ങനെ ആക്കിയിട്ട് ചിറ്റെടുക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എല്ലാ പൊറോട്ടയും നമുക്ക് ഇങ്ങനെ ചിറ്റെടുക്കാം കേട്ടോ.
അങ്ങനെ ഗെയ്സ് നമ്മളെ പൊറാട്ടയൊക്കെ ചുരുട്ടിയെടുത്തത് നമുക്ക് ഒരു കല്ല് വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തിയിട്ടേ കുറച്ച് നെയ്യ്, ഞാൻ നെയ്യിലാട്ടോ ചുട്ടെടുക്കണത്. നിങ്ങൾ ഓയിൽ വേണമെങ്കിൽ ഓയിലും ചുട്ടോളി. നെയ്യിൽ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടേ നല്ല ഫ്ലെയിം കൂട്ടണം കേട്ടോ. എന്നിട്ട് ആദ്യം ഒന്ന് ഇടുക, അപ്പോൾ ഒന്ന് മറിച്ചിടുക, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് മറിച്ചിടുക. അങ്ങനെ അപ്പുറം അപ്പുറം മറിച്ചിട്ടിട്ട് നല്ലോണം അതിൻ്റെ ഇതൊക്കെ ലെയറൊക്കെ റെഡിയായി വരുമ്പോൾ നമ്മൾ 2-3 പൊറാട്ട ഇടുമ്പോൾ ഒന്നിട്ടിട്ട് ഒന്ന് തട്ടി കൊടുത്താൽ മതി. അതിൻ്റെ ലെയറൊക്കെ റെഡിയാവും. അല്ലേ, നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അങ്ങനെ പൊറാട്ട ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എല്ലാ പൊറാട്ടയും ചുട്ടെടുക്കാം.